എടാ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതായത് എന്താ ഒരു ആളുണ്ട്, ആ ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആയിരിക്കും. അദ്ദേഹം എന്താണ് ഒരു 2 മീറ്റർ മാറിയിട്ട് ഒരു പ്ലെയിൻ മിററിന് മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മിററിൽ ഉണ്ടാവുന്ന പുള്ളിയുടെ ഇമേജും അതുപോലെ തന്നെ ആ പേഴ്സണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ്, പുള്ളി ഇവിടെ നിൽക്കുന്നു, മിറർ ഇവിടെയാണ്, ആൻഡ് പുള്ളി എത്രയാണ്, ഒരു 2 മീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, പുള്ളി അങ്ങനെ തന്നെ കാണുമല്ലോ. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെയും എന്താണ് പറഞ്ഞിരിക്കുന്നത്, തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു പ്ലെയിൻ മിററിൻ്റെ കേസിൽ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് വി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് യുവിനോട് ഈക്വൽ ആണ്. അതായത് വി ഈക്വൽ ടു യു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പേഴ്സൺ ആൻഡ് ഹിസ് ഇമേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, യു പ്ലസ് വി എന്ന് ചെയ്യാം. ഇനിയിപ്പോൾ വി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി യു ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, വിക്ക് വരെ യു കൊടുക്കാം. അതായത് യു പ്ലസ് യു എന്ന് പറയുന്നതാണ് 2u എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് എന്താ, ആ ഹൈറ്റ്, ആ പേഴ്സൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ആ പേഴ്സണിൽ നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് പുള്ളി എന്താണ് ഇവിടെ നിൽക്കുന്നു, ദെൻ ഇവിടെ മിറർ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 2 മീറ്റർ നമുക്കറിയാം, അതെഴുതി. ഇനി അടുത്തത് ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമുക്കറിയാം ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെ. അത് നമുക്കപ്പോൾ എത്ര എഴുതാം, 2.0 അഥവാ 2 മീറ്റർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ആ പേഴ്സണും ആ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യു പ്ലസ് വി ചെയ്തു. അതായത് 2.0 മീറ്റർ പ്ലസ് 2.0 മീറ്റർ ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും, 4 മീറ്റർ അഥവാ 4.0 മീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, 4 മീറ്റർ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ.